എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഒരു സാദത്തിന്റെ റെസിപ്പിയാണ്, അതായത് തക്കാളി സാദം. ഞാൻ ആകപ്പാടെ തൈര് സാദം മാത്രമേ ഇതുവരെ ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഒരുപാട് പേര് റിക്വസ്റ്റ് വരുന്ന റെസിപ്പികളെന്നാണ് തക്കാളി സാദം അല്ലെങ്കിൽ ടൊമാറ്റോ റൈസ്. അപ്പോൾ പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തേങ്ങാച്ചോറ്, പിന്നെ ലെമൺ റൈസ്, പുളിയോദര, അങ്ങനെ കുറേ റെസിപ്പീസിന്റെ റിക്വസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ ഞാൻ എഴുതി പറഞ്ഞ പോലെ 1 by 1 ആയി ചെയ്യാം. അപ്പോൾ ഇതിന്റെ കൂടെ എന്ന് വെച്ചാൽ ടിഫിനായിട്ട് നമുക്ക് കൊണ്ടുപോകാം, ഓഫീസിലേക്കും അതുപോലെ തന്നെ സ്കൂളിലേക്കൊക്കെ പിള്ളേർക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന നല്ല നല്ല സംഭവമാണ്. അതിന്റെ സ്പൈസ് ലെവൽ കാണിച്ചിട്ട് അപ്പോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ ഇന്നലെ മയണൈസിന് നല്ല റെസ്പോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പഴയ വീഡിയോസിന്റെ വരെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്, കാരണം അതിൽ പഴയ വീഡിയോസ് ആണെങ്കിൽ പോലെ ഒരുപാട് നല്ല റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഒട്ടും താമസിയാണ്ട് എങ്ങനെയാണ് തക്കാളി സാദം ചെയ്യാം നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് തക്കാളി സാദം അല്ലെങ്കിൽ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് അരിയാണ് ഉപയോഗിക്കുന്നത് ആ അരി. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പൊന്നി റൈസ് ആണ്. പൊന്നി റൈസ് ഒരു 10 മിനിറ്റ് നേരം അല്ലെങ്കിൽ 20 മിനിറ്റ് നേരം സോക്ക് ചെയ്യുക വെള്ളത്തിൽ. അതിനുശേഷം നിറയെ വെള്ളത്തിൽ, കുറച്ച് വെള്ളമല്ല, ഞാൻ എപ്പോഴും നിറയെ വെള്ളത്തിലാണ് വേവിച്ചെടുക്കുക. അതായത് കുറച്ചധികം വെള്ളം വെച്ചതിന് ശേഷം അതിൽ ഉപ്പിട്ടതിന് ശേഷം അത് തിളപ്പിക്കുക. അത് തിളച്ച് വരുന്ന സമയത്ത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇട്ടിട്ട് വേവിക്കാം. അപ്പോൾ 1/4 വേവാകുമ്പോൾ അരി നമ്മൾ തൊട്ട് നോക്കുമ്പോൾ 1/4 ഭാഗം വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ എടുത്ത് കോരി മാറ്റി ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റി വെക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചൂടോടുകൂടി അരി ഇരുന്നിട്ട് ആ ബാക്കിയുള്ള വേവാനുള്ള ഭാഗം കൂടെ വെന്തോളും. അതായത് ഇരുന്നത് വേവും. ബിരിയാണിക്ക് വേവിക്കത്തില്ലേ, അതുപോലെ തന്നെ 1/4 വേവാകുമ്പോൾ നമ്മൾ സ്ട്രെയിനറിൽ അരിച്ചു വെക്കുക. 1/2 ഗ്ലാസ് പൊന്നി റൈസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ പച്ചരി ഉപയോഗിക്കാം, അതായത് വൈറ്റ് റൈസ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ബസ്മതി റൈസ് ഉപയോഗിക്കാം, അങ്ങനെ ഏത് അരിയാണെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ നമ്മളെ നാടൻ മട്ട അരി ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം നിങ്ങൾക്ക് ടൊമാറ്റോ റൈസ് രാവിലെയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി നമുക്ക് ചോറ് റെഡിയാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. എന്നിട്ട് രാവിലെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഒരു കടായി വെക്കുക. കടായിലോട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ പറയാറില്ലേ, തമിഴ് റെസിപ്പീസിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യും. നല്ലെണ്ണ ഒഴിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ഫ്ലേവർ നമുക്ക് വരിക. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. എണ്ണ ചെറുതായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഒരു 5-6 മണി കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. കടലപ്പരിപ്പ് നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷെ കടലപ്പരിപ്പ് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ കടലപ്പരിപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂണോളം ഉഴുന്നുപരിപ്പ്. ഈ തമിഴ് റെസിപ്പീസിലൊക്കെ ഇത് ഇട്ട് കഴിഞ്ഞാലാണ് അത് തനതായ ഒരു തമിഴ് ഡിഷ് കഴിക്കുന്ന ഒരു പ്രതീതി വരുള്ളൂ. പിന്നെ ഉഴുന്നുപരിപ്പ് കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി വേണ്ടത് വറ്റൽമുളക്, 2 വറ്റൽമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ തീ എപ്പോഴും കുറച്ച് ഇട്ടേക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ കടലപ്പരിപ്പ് ഉഴുന്നുപരിപ്പും ഒക്കെ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. ഇത് നന്നായി മൂക്കണം. ഫ്രൈ ആയിട്ടില്ലെങ്കിൽ ഒരു പച്ചച്ചോവ ഉണ്ടാവും കടലപ്പരിപ്പിനും ഉഴുന്നുപരിപ്പിനും. അതേസമയം ഒരുപാട് അങ്ങ് കരിയാനും പാടില്ല. അപ്പോൾ ചെറുതായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് എന്തിട്ട് കൊടുക്കണം? കടുക് ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണോളം കടുക്. ഒരുപാട് കടുകൊന്നും ഇടാൻ പാടില്ല, 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ട് ഞാനിപ്പോൾ അതിലേക്ക് ഒരു 4-5 അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. അത് കടിക്കാൻ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അണ്ടിപ്പരിപ്പ് ഇടുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കറിവേപ്പില. തീ കുറച്ചതിന് ശേഷം ഇഞ്ചി 1 ടീസ്പൂൺ കൊത്തിയരിഞ്ഞത്, അതേപോലെ തന്നെ വെളുത്തുള്ളി 1 ടീസ്പൂൺ കൊത്തിയരിഞ്ഞത് കേട്ടോ. 1 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഒരു 2 വലിയ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായി ചേർത്ത് ചെറിയ തീയിലിട്ടതിന് ശേഷം നന്നായിട്ട് അങ്ങ് പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ ചേർത്തിരിക്കുന്ന പരിപ്പുകളുടെ കളറൊക്കെ നന്നായി മാറിയിട്ടുണ്ട്, പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയുടെയും കൂടെ പച്ചമണം മാറുന്ന സമയത്ത് വേണം നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്തിട്ട് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഭയങ്കര എളുപ്പമാണ് ഈ തക്കാളി സാദം എന്ന് പറയുന്നത്. പിന്നെ തക്കാളി സാദം പലരും പല രീതിയിലാണ് ഉണ്ടാക്കാറ്. ഞാൻ പലതും ട്രൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ ബ്ലോഗിൽ ഞാനിപ്പോൾ എന്തായി ഇട്ടിട്ടുള്ള റെസിപ്പി ആയിരുന്നു അത്. അന്ന് ഞാൻ ബസ്മതി റൈസ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പൊന്നിയരി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ വൈറ്റ് റൈസ് വെച്ച് ചെയ്യുമ്പോൾ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കണം. തീ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാത്രം പൊടികൾ ഇടുക. അപ്പം ഞാനിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കേട്ടോ. പിന്നെ ഒരല്പം ഗരം മസാല. ചിലർ ആദ്യം തന്നെ പട്ട, കറിയാമ്പൂ, ബേ ലീവ്സ് ഒക്കെ ഇടും, പക്ഷെ ഞാൻ ഇടാറില്ല. ഞാൻ ഇച്ചിരി ഗരം മസാല, ഒരു 2 നുള്ള് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഗരം മസാല ഒഴിവാക്കാം.
പക്ഷെ ഒരുപാട് ഇടാൻ പാടില്ല, 2 നുള്ളു മാത്രമേ ഇടാൻ പാടുള്ളൂ. നമുക്കിനി ഇതിലോട്ട് പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് കായത്തിന്റെ പൊടി ഇട്ട് കൊടുക്കണം. കായത്തിന്റെ പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇടാൻ പാടില്ല, ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കനപ്പ് കൂടും. 2 നുള്ളു കായത്തിന്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്യാം. പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തക്കാളി എരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ 2 നല്ല പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് പുളിയൊന്നും ഇല്ലാത്ത നല്ല പഴുത്ത തക്കാളി കേട്ടോ. വലിയ തക്കാളി ആണെങ്കിൽ ഒരു വലിയ തക്കാളി, നല്ല പഴുത്തതായിരിക്കും, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമ്മളെ തക്കാളി സാധനത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഓൾറെഡി ചോറിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ ഇടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ചോറിൽ അല്പം ഉപ്പിട്ടിട്ടുള്ളൂ, ഓവറായിട്ട് ഉപ്പിട്ടിട്ടില്ല ഞാൻ ചോറിൽ. കാരണം ചോറിൽ ഉപ്പിടുമ്പോൾ നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഇതിലോട്ട് ചേർക്കുമ്പോഴും നന്നായിട്ട് അങ്ങ് പെട്ടെന്ന് പിടിച്ചോളും. അപ്പോൾ ഇത് നമുക്കിനി മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിക്കുക. അതായത് നല്ലോണം വെന്ത് കുഴഞ്ഞ് നല്ല ഇതിനുള്ളിൽ നിന്ന് ഓയിൽ പുറത്ത് വരുന്ന വരെ നമ്മളിത് വേവിച്ചെടുക്കണം. ഞാൻ പറഞ്ഞില്ലേ തക്കാളി സാധനം എന്ന് പറഞ്ഞാൽ മിനിറ്റ്സുകൾക്കുള്ളിൽ നിന്നൊക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. തലേദിവസം രാത്രി ചോറ് വേവിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് അടച്ചു വെക്കട്ടെ. ഞാനിത് ഇടയ്ക്കൊന്നും തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ചിലപ്പോൾ അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്ത് മുഴുവനും വേസ്റ്റ് ആയിട്ട് പോവും. അപ്പോൾ ചിലവരിതിൽ ഓണിയൻ ഇടാറുണ്ട്. ഞാനും പക്ഷെ സവാള ഇടാണ്ടാണ് ഉണ്ടാക്കാറ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പകുതി സവാള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ആദ്യമേ തന്നെ വഴറ്റുമ്പോൾ ഇട്ട് കൊടുക്കാം. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യം തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം ഞാനിത് എന്താ പറയുക, എൻ്റെ തമിഴ് കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവർ ചെയ്യുന്ന ഒരു മെത്തേഡും കൂടി എനിക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ തമിഴ് റെസിപ്പീസ് കുറച്ച് അറിയുന്ന എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ കവിത, പിന്നെ നമ്മുടെ കറിവേൾഡ് ഫോളോവർ ആയിട്ടുള്ള ഇന്ദു ചേച്ചി, അങ്ങനെ പിന്നെ 2-3 ഫ്രണ്ട്സിൻ്റെ അടുത്തും കൂടെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴും സെയിം തന്നെയാണ്, ഞാൻ ഫോളോ ചെയ്യുന്ന സെയിം റെസിപ്പി തന്നെയാണ് അവരും ഫോളോ ചെയ്യുന്നതെന്ന് അറിഞ്ഞു. പിന്നെ ചിലർ നാളികേരപ്പാൽ ഒഴിക്കും ഇതിൽ, ചിലർ ഒഴിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാലോ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് നാളികേരപ്പാൽ. അപ്പോൾ ഞാനിതിൽ കുറച്ച് നാളികേരപ്പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും നമ്മുടെ റൈസിന്. പക്ഷെ നിർബന്ധങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. നിങ്ങൾ കേൾക്കുമ്പോഴേ വിചാരിക്കും ദൈവമേ തുടങ്ങി ചേച്ചിക്ക് നാളികേരപ്പാൽ, ഈ ചേച്ചിൻ്റെ ഒരു നാളികേരപ്പാൽ ഉണ്ടെന്ന്. ഇപ്പം നിങ്ങൾ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ടാവും എനിക്കറിയാം. ഞാൻ നിങ്ങളെ മനസ്സ് വായിക്കുന്നുണ്ട് മക്കളെ. അപ്പോൾ അതുകൊണ്ട് ചേച്ചിക്ക് ഇഷ്ടമായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ നാളികേരപ്പാൽ ഒഴിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നന്നായി വെന്തതിന് ശേഷം മാത്രം നാളികേരപ്പാൽ ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്, ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ മുളക് പൊടി ഇടാം കേട്ടോ, കാശ്മീരി മുളക് പൊടി. കയ്യിലില്ലെങ്കിൽ സാധാരണ മുളക് പൊടി ഇട്ടാലും മതി. പക്ഷേ എനിക്ക് തക്കാളി സാധനത്തിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി 1/2 ടീസ്പൂണൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. നല്ല എരിവുണ്ടാവും, കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇതിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്തണം. അപ്പോൾ 2 ചെറിയ ടൊമാറ്റോയ്ക്ക് പകരമായിട്ട് നിങ്ങൾ 4 ചെറിയ ടൊമാറ്റോ ഒക്കെ എടുക്കേണ്ടി വരും മിക്കവാറും. നമ്മുടെ 1 ഗ്ലാസ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ 1/2 ഗ്ലാസിൻ്റെ അരിക്കാണ് ഈ ഒരു അളവ് പറയുന്നത്. ഞാൻ എന്തിനാണെന്നറിയാമോ കുറച്ച് കാണിച്ചത്? ഇവിടെ വലിയ ചിലവാവില്ല, ഞാൻ മാത്രമേ ഈ സംഭവം കഴിക്കുള്ളൂ. ഞാൻ പറയാറില്ലേ, ഞാനും പിള്ളേർക്കൊന്നും തമിഴ് ഫുഡിനോട് വലിയ താല്പര്യമില്ലാന്ന്. അപ്പോൾ പിന്നെ ഒന്നാമത് വ്യാഴാഴ്ചയാണ്, അപ്പോൾ നൈബേഴ്സ് പോലും അടുത്തുണ്ടാവില്ല, എല്ലാവരും പുറത്ത് പോകും. അപ്പോൾ ഞാൻ വെറുതെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ മാത്രം കഴിക്കും, അതുകൊണ്ടാണ് ഞാൻ ചെറിയ ക്വാണ്ടിറ്റി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കൂടുതൽ പേർക്ക് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്താൻ മറക്കരുത്. അപ്പോൾ നന്നായിട്ട് ഇത് പച്ചമുളക് മാറിയിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമ്മുടെ തക്കാളി. ഇനി നമുക്കിനി ഇതിലോട്ട് ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷനിലാണ്, തികച്ചും ഓപ്ഷനിലാണ്, ഒരു 1/4 ഗ്ലാസോളം നല്ല കട്ടി തേങ്ങാപ്പാൽ ഇതിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്കിഷ്ടമായതുകൊണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. ഈ കട്ടി തേങ്ങാപ്പാലിന് പകരമായിട്ട് 1/4 ഗ്ലാസ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഓക്കെ, എന്താ ആ കാശ്മീരി മുളക് ചേർന്നത് കാരണം നല്ലൊരു കളർ വന്നു. പക്ഷെ അതേസമയം മുളക് പൊടി, സാധാരണ മുളക് പൊടി ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കളർ കിട്ടില്ല. നാളികേരപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ വേറൊരു ലൈറ്റ് ഷെയ്ഡാണ് വരിക. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. അതിന് ശേഷം ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ചോറ് എപ്പോഴും തണുത്തതിന് ശേഷം മാത്രം ഇതിൽ ആഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആകെ കുഴഞ്ഞു പോകും. അപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിട്ട് കുറേ സമയമായി. നിങ്ങൾക്ക് പെട്ടെന്ന് ചൂടാറണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചോളൂ. ഇത് നല്ല തണുത്തിരിക്കുന്ന ചോറാണിത്. ഇതിൻ്റെ ടേസ്റ്റ് ഞാനൊന്ന് നോക്കട്ടെ, അതായത് ഉപ്പും എരിവൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ നോക്കട്ടെ ഈ ചാറിൻ്റെ. അപ്പം ഇത് തന്നെ ഒരു കറിയായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഉണ്ടാക്കാറില്ലേ, ഒരു തമിഴ് ഒരു ടൊമാറ്റോ കറിയായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ കുറച്ചും കൂടെ ലൂസാക്കി കിട്ടുകയാണെങ്കിൽ കൊള്ളാം. അല്പം ഉപ്പ് കുറവുണ്ട്, അതുപോലെ തന്നെ ഒരു നുള്ളു ഞാൻ പഞ്ചസാര ഇടും. ഇതിൽ ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് ഓപ്ഷനിലാണ്, ഞാൻ ഇടാറുണ്ട്. അപ്പോഴാണ് ആ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. പിന്നെ നാളികേരപ്പാലും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചിലവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളികേരപ്പാലിൽ നമ്മൾ അരി വേവിക്കും, അത് ഭയങ്കര വേറൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി പരീക്ഷിക്കാം. ഇതാണെങ്കിൽ പിന്നെ എളുപ്പമാണ്, നമുക്ക് ഇതിൽ നാളികേരപ്പാലിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചോറിടുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും, ഈസിയാണ്. അപ്പോൾ ഇത് നമുക്കിനി റെഡി ആയിട്ടുണ്ട്. ഈ മിക്സ് ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന തണുത്തിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം. എന്നിട്ട്
പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആഹാ, നിങ്ങൾക്ക് കണ്ടിട്ട് കൊതിയാവണില്ലേ? എനിക്ക് കൺട്രോൾ കിട്ടണില്ല കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ സാധനത്തിനോടൊക്കെ ഭയങ്കര ഇഷ്ടം. എനിക്ക് പുളിസാദം മാത്രം വലിയ താല്പര്യമില്ല, ബാക്കി എല്ലാ സാധനവും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുറച്ചൊന്ന് എല്ലാം നന്നായി മിക്സ് ആവണം കേട്ടോ. അപ്പോൾ ഈ ചോറും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടി പിടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരം വേവിച്ചോളൂ. ഇത് കറക്റ്റ് വേവാണ് ആക്ച്വലി. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇതിൽ കിടന്നിട്ട് 2 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കുക. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് ഇതിലേക്കൊന്ന് പിടിച്ചോട്ടെ. എല്ലാ മസാലകളും ചോറും കൂടി ഒന്ന് യോജിച്ചോട്ടെ. അവർ തമ്മിൽ ഞാൻ പറയാറുള്ള പോലെ ഫ്രണ്ട്സൊക്കെ അതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് അവസാനം മല്ലിയില തൂക്കി കൊടുക്കാം. എന്താ ടേസ്റ്റ്. എരിവൊക്കെ ഞാൻ പറയാറുള്ള പോലെ തന്നെ നിങ്ങളെ പ്രിഫറൻസ് അനുസരിച്ച് മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓഫ് ചെയ്യാം. നമ്മുടെ റൈസ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് അടുപ്പ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കാം. തമിഴ്നാട് ഡിഷസിലെല്ലാം അവർ മിക്കതിലും മല്ലിയില ഇടാറുണ്ട്. അപ്പോൾ ഞാനും മല്ലിയില അതിരിക്കുന്നില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ മല്ലിയിലയുടെ അളവ് കൂട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയുള്ള പരിപാടി. കുറച്ച് കഴിയുമ്പോൾ, ഒരിത്തിരി കഴിയുമ്പോൾ ഇതെല്ലാം ആ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് ആ ചോറ് ഇങ്ങനെ എന്താ പറയുക, പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഇത്തിരി ചൂടാറി കഴിക്കാനാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. ഞാനിതിൻ്റെ കൂടെ റൈത്തയുടെ കൂടെ ഞാൻ കഴിക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ലെമൺ ഡേറ്റ്സ് പിക്കിളില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ് കോമ്പിനേഷൻ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. റൈത്ത ഉണ്ടെങ്കിൽ തനിയെ കഴിക്കാൻ നല്ലതാണ്. അതേസമയം റൈത്തയുടെ കൂടെ ആകുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഞാനതിൻ്റെ ഫൈനൽ ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. ചൂടുണ്ട്. ചൂട് ഊതിയതിന് ശേഷം ഞാനിപ്പോൾ നാളികേരപ്പാൽ എടുത്തത് എങ്ങനെയാണെന്നറിയാമോ? നാളികേരത്തിൻ്റെ 1/4 ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പാലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു പ്രാവശ്യം മാത്രം പിഴിഞ്ഞുള്ള നല്ല പാൽ മാത്രമാണ് ഒഴിച്ചത്. ഒരുപാട് നാളികേരപ്പാലിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക്. കണ്ടില്ലേ നമ്മൾ അടിപൊളിയായിട്ടുള്ള തക്കാളി സാദം. കാണാൻ എന്തൊരു ഭംഗിയാണ് അല്ലേ? അപ്പോൾ ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ. അടിപൊളിയായിട്ട് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റെസിപ്പിയിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ്. പക്ഷേ പേഴ്സണലി ഞാൻ ഇഷ്ടപ്പെടുന്നത് സാധാരണ മുളക് പൊടി ചേർക്കാനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിൽ എനിക്ക് ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കളർ അത്ര പ്രശ്നം ആക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഏറ്റവും ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഈ റെസിപ്പിയിൽ സാധാരണ മുളക് പൊടി അല്പിട്ട് കൊടുത്താൽ മതി. അതായിരിക്കും കുറച്ചും കൂടെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ഓഫ് ചെയ്ത് ഞാൻ മാറ്റി വയ്ക്കാൻ അടുപ്പിൽ നിന്ന്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ സെർവ് ചെയ്യും. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ അടിപൊളിയായിട്ടുള്ള, അതേസമയം നല്ല ഈസി പീസി ആയിട്ടുള്ള തക്കാളി സാദം. ഓക്കെ, അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. Sari.